പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ ഇറാൻ. ഇരു രാജ്യങ്ങളുമായി തങ്ങൾ വെടിനിർത്തൽ കരാറിൽ എത്തിയിട്ടില്ല എന്നും ഏത് സമയത്തും യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് പുതിയ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് യഹിയ റഹീം സഫവിയാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏറ്റവും മോശം സാഹചര്യം നേരിടാനുള്ള പടയൊരുക്കവും തങ്ങൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. സയ്യിദ് യഹിയ റഹീം സഫവിയുടെ വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ വാർത്താ ഏജൻസിയായ ഇസ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേലുമായി ഭാവിയിൽ പുതിയ ഏറ്റുമുട്ടലിനുള്ള സാധ്യതകളെക്കുറിച്ച് യഹിയ റഹീം സഫവി വിശദമായി സംസാരിക്കുന്നത്. സൈന്യം നടത്തുന്ന മുന്നൊരുക്കങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവുമായി അടുത്ത ബന്ധമുള്ളയാളാണ് സഫവി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ഞങ്ങൾ വെടിനിർത്തൽ കരാറിലൊന്നുമല്ല, ഇപ്പോഴും യുദ്ധത്തിൽ തന്നെയാണ്. ഞങ്ങൾക്കും അമേരിക്കയ്ക്കും ഇടയിലോ ഞങ്ങൾക്കും ഇസ്രായേലിനും ഇടയിലോ ഏതെങ്കിലും തരത്തിലുള്ള കരാറോ നടപടിക്രമങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും നടപ്പാക്കിയിട്ടില്ല, സയ്യിദ് യഹിയ റഹീം സഫവി വ്യക്തമാക്കുന്നു. ഇനിയും ഒരു യുദ്ധം സംഭവിക്കാനിടയുണ്ടെന്നും അദ്ദേഹം തുടരുന്നുണ്ട്. ഇനിയൊരു സംഘർഷമുണ്ടായാൽ അത് അവസാനത്തെ യുദ്ധമാകും. ശക്തി ഉപയോഗിച്ചാണ് സമാധാനം സ്ഥാപിച്ചതെന്നാണ് അമേരിക്കക്കാരും സയനിസ്റ്റുകളും പറയുന്നത്. പ്രകൃതി നിയമം അനുസരിച്ച് ദുർബലർ എപ്പോഴും ചവിട്ടിമെതിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറാനും കൂടുതൽ ശക്തരാകേണ്ടതുണ്ടെന്നും റഹീം സഫവി ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ നയതന്ത്ര മാധ്യമ സ്ട്രാറ്റജികളെയെല്ലാം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. മിസൈൽ, ഡ്രോൺ, സൈബർ കരുത്തും കൂട്ടണം. ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള പദ്ധതികളാണ് സൈന്യം ഒരുക്കുക. ഏറ്റവും മോശം സാഹചര്യം മുൻകൂട്ടി കണ്ടുള്ള സന്നാഹങ്ങളും ഒരുക്കുന്നുണ്ടെന്നും സയ്യിദ് യഹിയ റഹീം സഫവി തുറന്നു പറയുന്നു. കഴിഞ്ഞ മാസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും സൈനിക മേധാവി അമീർ ഹാത്തമിയും പുതിയ യുദ്ധസാധ്യതകൾ വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് അബ്ബാസ് അറാച്ചി അന്ന് മുന്നറിയിപ്പ് നൽകിയത്. ആണവ പദ്ധതിയെ സമാധാന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്നുവെന്ന് ആശങ്കയുണ്ടെങ്കിൽ സൈനിക നടപടി പരിഹാരമല്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഇതിന് പരിഹാരം കണ്ടെത്താനാകുമെന്നും അറാച്ചി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറാനു മാത്രമല്ല എല്ലാവർക്കും അതിന്റെ ആശങ്ക വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 1% ഭീഷണിയാണെങ്കിലും അതിനെ 100% ഭീഷണിയായാണ് തങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നായിരുന്നു അമീർ ഹാത്തമിയുടെ പ്രതികരണം. ശത്രുവിനെ വില കുറച്ച് കണ്ടുകൂടാ, അവരുടെ ഭീഷണി അവസാനിച്ചെന്ന് ഇനിയും കരുതാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നും അമീർ ഹാത്തമി അന്ന് പറഞ്ഞിരുന്നു. നേരിട്ടുള്ള യുദ്ധം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈബർ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈബർ രംഗത്ത് ഇപ്പോഴും പരസ്പരം ആക്രമണം തുടരുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈബർ ഇന്റലിജൻസ് കമ്പനിയായ ക്ലിയർ സ്കൈയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ബോസ് ഡെലവ് പറയുന്നുണ്ട്. 12 ദിന യുദ്ധത്തിനിടയിൽ ഇറാന്റെ വിവിധ സ്ഥാപനങ്ങളെയും കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് 20,000-ഓളം സൈബർ ആക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. പ്രധാനമായും ഇന്റലിജൻസ് രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ. സമാനമായി CCTV ക്യാമറകൾ ഉൾപ്പെടെ ഹാക്ക് ചെയ്ത് ഇറാനും ഇസ്രായേലിൽ രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നു.